ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു യാത്രയാണ്. അതായത് നാളെ ഒരു വെഡിങ് കേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകുന്നത്. ഒരാളിങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് പോവാം. സായിട്ട് പട്ടീനെല്ലാം ഓമനിക്കുക. ഞങ്ങള് ആലക്കോടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ബേക്കേഴ്സ് സിറ്റിയിൽ നിന്നാണ് സാധനങ്ങൾ അധികം എടുക്കല് കേക്കിൻ്റെ. അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ് കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പട്ടിക്കുട്ടിയാണ്. റോഡ് പണി ആയതുകൊണ്ട് റോഡെല്ലാം പൊളിച്ചിട്ടിട്ട് ഭയങ്കര പൊടിയാണ്. ഇതാണ് മണിക്കൽ പാലത്തിലേക്ക് തിരിയുന്ന റോഡ്. ആലക്കോട് ഭാഗത്തേക്ക്, തളിപ്പറമ്പ് ഭാഗത്തേക്കും ചെറുപുഴ ഭാഗത്തേക്ക് തിരിയാൻ പറ്റുന്ന റോഡാണ് മണിക്കൽ പാലം. വാവ്, പുഴയിലെ വെള്ളമെല്ലാം പറ്റി. ഇതിങ്ങനെ കയറി വന്നാല് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ തളിപ്പറമ്പിലേക്കും പോകാം, ആലക്കോടിലേക്കും പോകാം. ഇടത് ഭാഗത്തോട്ട് തിരിഞ്ഞാൽ ആലക്കോട്ടേക്കും പോകാം, ചെറുപുഴയിലേക്കും പോകാം. ചെറുപുഴ തേർത്തല്ലിയൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ് കേട്ടോ. നല്ല റോഡാണ്. അപ്പം ഞങ്ങൾ ആലക്കോട് ചെറുപുഴ റൂട്ടിലേക്ക് തിരിയുന്ന റോഡിലേക്ക് കയറിയിട്ടുള്ളത്. അതാരാന്നൊന്ന് പരിചയപ്പെടുത്തിക്കേ ചേട്ടാ. എന്റെ ആന്റിയുടെ മോനാണ് നിഷാദ്. അവന്റെ പേര്. അവൻ ലോറി ഡ്രൈവറാണ്, ലോങ് ഡ്രൈവർ. കട്ടയാലെത്തി. ഇങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ ടൗണുകളാണ്. നമ്മുടെ ഇവിടുന്ന് വലിയ ടൗൺ ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ആലക്കോടും നെല്ലിപ്പാറയൊന്നും വലിയൊന്നും പറയാനില്ല അല്ലേ. പിന്നെ ആലക്കോട് ടൗൺ ആണ് വലിയ ടൗൺ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേർത്തല്ലിയ വരുക. നെല്ലിപ്പാറ ടൗണിലെത്തി. ഇത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ്. കണ്ണാടിപ്പാറ. ഇനി നമുക്ക് നല്ല ക്ഷേത്രം കാണാം. ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം. എന്നത് കൂളിമല. ഇത് അരങ്ങം. ഇതാണ് അരങ്ങം ക്ഷേത്രത്തിന്റെ ഉത്സവമൊക്കെ ആവാനായി അതിന്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. ഇതാണ് ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം. ഉണ്ടോ? അടുത്ത മാസം ഉത്സവമാണ്. അന്നേരം ഈ ഭാഗത്തോട്ട് അടുക്കാതെ ചെയ്ത മാതിരിയ ജനമായിരിക്കും. ഇത് ആലക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ പഠിച്ച സ്കൂളാട്ടോ.
പറഞ്ഞത് ഇതായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.